അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ശനിയാഴ്ച പരീക്ഷ തഫ്ഹീമു തിലാവ വായനയാണ്. അപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 14 പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. പരീക്ഷ വളരെ സിമ്പിളായിരിക്കും. ആരും കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കരുത്. പരീക്ഷയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കരുത്. ഈ പരീക്ഷ ഒരുപക്ഷെ ഈ വർഷം ആദ്യമായിട്ട് വന്ന കുട്ടികളെ അപ്പോൾ അവർക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ കുറേ അക്ഷരങ്ങൾ മനസ്സിലാവാത്തതുണ്ടാവും, പാഠം തീരാത്തതുണ്ടാവും. അതുകൊണ്ടൊന്നും കുട്ടികളെ നമ്മൾ ബേജാറാക്കാൻ പാടില്ല. കാരണം ഈ വർഷം ആദ്യമായിട്ട് മദ്രസ രംഗത്തേക്ക് വന്ന കുട്ടികളാണ്. അവരെ പരീക്ഷ എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാക്കി പേടിപ്പിക്കൊന്നും ചെയ്യരുത് ആരും. ഈ പരീക്ഷയ്ക്ക് തോറ്റാലും മാർക്ക് കുറഞ്ഞാലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഒന്ന്. രണ്ടാമത്, ഈ പരീക്ഷയുടെ ചോദ്യപേപ്പർ വളരെ സിമ്പിളായിരിക്കും. അതും നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഈ പരീക്ഷയുടെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ കുട്ടികളെ കുറ്റപ്പെടുത്തുകയോ അതൊന്നും ചെയ്യാതെ ബാക്കിയുള്ള അടുത്ത പരീക്ഷകൾക്ക് കൂടുതൽ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കുക. അതാണ് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ അക്ഷരങ്ങൾ ആണ് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 14 പാഠം കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ വർഷം വന്ന ഒരു ചോദ്യപേപ്പറിൻ്റെ മോഡൽ ചോദ്യമാണ് നമുക്ക് കാണാൻ പോകുന്നത്. ഇതാണ് വായനയുടെ ചോദ്യപേപ്പർ. ഇവിടെ നമുക്കറിയാം, ഇത് നമ്മൾ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ അബുൻ എന്നുള്ളത് വായിച്ചു കഴിഞ്ഞാൽ 4 മാർക്കാണ്. അതിൽ ആ മാത്രം കുട്ടിക്ക് വായിക്കാൻ കിട്ടിയ 2 മാർക്ക് കിട്ടും. അബുൻ, ഇത്ബുൻ, ബദലുൻ, അന്തബ. അപ്പോൾ ഇവിടെ പിന്നെ കുട്ടികൾക്ക് 14 പാഠത്തിൽ വന്ന ആ പാഠത്തിൽ ചിത്രം കൊടുത്ത ആ ചിത്രത്തിൻ്റെ പേരൊന്നും ഇവിടെ പരീക്ഷയ്ക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ സാധ്യത, ചോദ്യങ്ങൾക്ക് സാധ്യത ഇത്തരം പാഠത്തിൻ്റെ പാഠത്തിൻ്റെ പേരാവാൻ സാധ്യതയില്ല. മറിച്ച് ഇവിടെ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നത്. അഥവാ കുട്ടികൾക്ക് കുറേ വർക്കുണ്ട് ഓരോ പാഠത്തിനും. ആ പാഠത്തിൻ്റെ വർക്കുള്ള ഭാഗത്തു നിന്നായിരിക്കും ചോദ്യങ്ങൾ അധികവും വരിക എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം ഇവിടെ അദബുൻ, ഇവിടെ അബുൻ, അസദുൻ. അപ്പം ഇതൊക്കെ വായിച്ച് പഠിപ്പിക്കേണ്ട ഭാഗങ്ങളുണ്ട്. കുട്ടികൾക്ക് വായിച്ച് പഠിപ്പിക്കേണ്ട ഭാഗങ്ങൾ ഇതാ. ഇവിടെ നഖറഉ ഇ എന്നത് വായിക്കാനും. അപ്പോൾ ഇവിടെ ഇ എന്നതിലേക്ക് ഇത് ചേർത്തിയിട്ട് ഇബുലുൻ, ഇറമുൻ, ഇത്തുബുൻ. അപ്പോൾ ഇതൊക്കെ പ്രത്യേകം വായിപ്പിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ എല്ലാ പാഠത്തിലും ഉണ്ട് ഈ സൈഡ് ഉമമുൻ, ഈ ഭാഗം. ഇനി കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഒരു കുട്ടി ഇവിടെ ഫോട്ടോയുള്ള ഭാഗം. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് വായിക്കാൻ നല്ലോണം പഠിപ്പിക്കണം കുട്ടികളെ. ബിന്തുൻ, ബുർഷുൻ, ഉബ്, ഇങ്ങനെ എല്ലാ പാഠത്തിലും ഉണ്ട് ഇതുപോലെ ഒരു കുട്ടിയുടെ ചിത്രം തന്നിട്ട് വായിക്കേണ്ട സ്ഥലങ്ങൾ. ഇതാ കണ്ടില്ലേ, ദിഫ്ലുൻ, ദുററുൻ, അബദുൻ. അങ്ങനെ എല്ലാ പാഠത്തിലും ആ ഭാഗം പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണം. കാരണം ഈ പാഠത്തിൻ്റെ പേരിൽ നിന്നല്ല ചോദ്യം വരുന്നത്, അപ്പുറം ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ അധികം വരിക എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഇവിടെ കുട്ടി വായിക്കാനാണ്, അക്ഷരങ്ങൾ വായിക്കാനാണ്. അപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ പല കുട്ടികളും ഇത് ബ എന്നാണ് വായിക്കുക. ശരിക്കും ഇത് ബ എന്നല്ല വായിക്കേണ്ടത്, ബ എന്നാണ് വായിക്കേണ്ടത്. ബ. നൂൻ, ഇത് ന എന്ന് വായിക്കും. നൂൻ, ഇത് ന എന്ന് വായിക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഫതഹ് ഇടണം. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ 14 അക്ഷരങ്ങൾ കുട്ടികൾ പഠിച്ചിട്ടുണ്ടാകും. 14 ഇല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 10 അക്ഷരങ്ങൾ. അപ്പോൾ അത്രയും അക്ഷരങ്ങളുടെ ഉച്ചാരണം അത് ഒന്നും ഇടാതെ, അഥവാ അതിൻ്റെ മുകളിൽ ഫതഹോ കസറോ ഒന്നും ഇടാതെ എങ്ങനെ വായിക്കാമെന്ന് പ്രത്യേകം പഠിപ്പിക്കുക. അപ്പോൾ ഇവിടെ നൂൻ, റോ, കഫ്, ത. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ 14 പാഠത്തിലെയും പഠിക്കുന്ന അക്ഷരം ഒരു ഹർക്കത്തും ഇല്ലാതെ എങ്ങനെ വായിക്കാം എന്നുള്ളത് പ്രത്യേകം പഠിക്കുക. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ അക്ഷരങ്ങൾ ചേർത്തി വായിക്കാനാണ്. സാധാരണ മുൻ വർഷങ്ങളിലൊക്കെ, ഈ പുസ്തകം മാറുന്നതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഇത്തരം ചോദ്യങ്ങൾക്ക് അതിൻ്റെ ചിത്രം കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ചിത്രം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാകും ഏത് അക്ഷരമാണ് ഇവിടെ കൂട്ടേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെ പുസ്തകങ്ങളൊക്കെ ഒന്ന് സ്റ്റാൻഡേർഡ് മാറ്റിയതിൻ്റെ കാരണത്താൽ ഈ ചിത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ചിത്രങ്ങളില്ലാതെ തന്നെ കുട്ടികൾക്ക് ഇത് വായിക്കാൻ കിട്ടണം എന്നാണ് വിദ്യാഭ്യാസ ബോർഡ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം,
ഇത് ദബുൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ചേർക്കേണ്ടത്? ഉത്തരം ഇവിടെ ഉണ്ട്. ഏതാണ് ഇവിടുത്തെ അക്ഷരം എന്ന് കുട്ടി മനസ്സിലാക്കിയിട്ട് അത് കൂട്ടി വായിക്കണം. ആ വായിക്കുന്നതിനാണ് മാർക്ക്. ഒരു വാക്ക് വായിച്ചാൽ 4 മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ അദബുൻ, ഇബ്നുൻ, അതുപോലെ എന്താണ് തംറുൻ, പിന്നെ റുക്നുൻ, പിന്നെ ബിന്തുൻ, ദർബുൻ. ഇവിടെ നിങ്ങൾ നോക്കൂ, പാഠത്തിൻ്റെ ചിത്രം വന്ന ആ വാക്ക് വളരെ കുറവാണ്. ഒന്ന് ദർബുണ്ട്, പിന്നെ തമ്രുണ്ട്, പിന്നെ അദബുനുണ്ട്. ഇപ്പോൾ 3 വാക്ക് ചിത്രത്തിൻ്റെ പേരുകളായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ളതൊന്നും എന്തല്ല, ചിത്രത്തിൻ്റെ പേരല്ല. പുറത്തുനിന്ന് വർക്കിൻ്റെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ വായിക്കേണ്ട ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതാണ്? ഇപ്പോൾ ഈ അന്തബ നിങ്ങൾ നോക്കൂ, അന്തബ, ഈ അന്തബ എന്നൊക്കെ പറയുന്നത് ശരിക്ക് എവിടെയാണ് വരുന്നത്? അത് ഈ പാഠത്തിലല്ല വരുന്നത്, വർക്കിൻ്റെ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കുട്ടികളെ കൊണ്ട് പ്രത്യേകം വായിപ്പിക്കണം. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ ബദലുൻ, അപ്പോൾ ഇതാണ് പരീക്ഷയ്ക്ക് വായിക്കാൻ വന്നത്, ബദലുൻ. അപ്പോൾ ഈ ഇത്തരം ഭാഗങ്ങൾ പ്രത്യേകം കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം. വായിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒന്നായിട്ട് ഒരു വാക്ക്, മുഴുവനായൊരു വാക്ക് കാണുമ്പോൾ കുട്ടികൾക്ക് ഇതെങ്ങനെ വായിക്കണം എന്ന് കൺഫ്യൂഷൻ ആകും. ചില കുട്ടികൾ ഇവിടെ നിന്നാണ് വായിക്കാൻ നോക്കുക. അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഇവിടെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം. ഒരക്ഷരം കാണുമ്പോൾ കുട്ടികൾക്ക് വായിക്കാൻ കിട്ടും. ഇത് പഠിച്ച അക്ഷരമാണ് ദ, പിന്നെ അടുത്തത് ഇൽ, ദൽ, വുൻ, ദൽ, വുൻ, അങ്ങനെ വായിപ്പിക്കണം. ഒന്നായിട്ട് വാക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് കുട്ടികളെ വായിപ്പിക്കരുത്. അത് കുട്ടികൾക്ക് ഒരു പ്രയാസം ഉണ്ടാകും. ചില കുട്ടികൾക്ക് വായിക്കാൻ കഴിയും, എല്ലാ കുട്ടികളെ പറ്റിയല്ല പറഞ്ഞത്. ഇനി നോക്കൂ, നിങ്ങൾ അന്തബ ഇവിടെ കണ്ടു, ഇത് അന്തബ ഇവിടെ വായിക്കാൻ കണ്ടു, അന്തബ ഇവിടെ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഈ കുട്ടിൻ്റെ ചിത്രമുള്ള ഈ ഭാഗത്തുള്ള വാക്കുകളും ഈ താഴെയുള്ള ഈ ബുക്കിൻ്റെ ഫോർമാറ്റ് കാണുന്ന ഈ രൂപം കാണുന്ന ഇതും കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക, നല്ലോണം വായിപ്പിക്കുക. അപ്പോൾ എന്നാൽ ഇൻഷാ അല്ലാഹ് കുട്ടികൾക്ക് നല്ല മാർക്ക് നേടാൻ കഴിയും. ഇൻഷാ അല്ലാഹ് മക്കളൊക്കെ അള്ളാഹു നമ്മളെയും അവരെയും സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.